ഹായ് വിഷ്ണുജി അഡ്നിമ നമസ്കാരം. ഓക്കെ, നമ്മളപ്പം ഇന്നലെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കുറച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് എന്നോട് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഗ്രൂപ്പ് എടുക്കാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പൂജ സ്പേസ് കൊടുക്കുക, വാക്ക് ഇൻ വാർഡ്രോബ്, കോമൺ ടോയ്ലറ്റ്, പിന്നെ വാഷിംഗ് ഏരിയ, പിന്നെ ഒരു ബെഡ്റൂം കോമൺ സ്പേസ്. ഇത് 3 ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളിനകത്ത് ഒരു കാര്യം മാത്രമാണ് ഉൾപ്പെടുത്താതുള്ളൂ, നമ്മുടെ ബെഡ്റൂമിൻ്റെ കോമൺ സ്പേസ്. അതൊഴിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് കോമൺ സ്പേസ് ഉൾപ്പെടുത്താതെന്നുള്ളത് ഞാനിപ്പോൾ ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് എപ്പോഴും പ്ലാൻ പറഞ്ഞ് തുടങ്ങുന്ന പോലെ തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് സ്റ്റെപ്പ് തന്നെ, അത് നമ്മൾ ആദ്യമുള്ളതിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തി കുറച്ച് വേറെ എക്സ്ട്രാ സ്പേസൊക്കെ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിരിക്കും ഗ്രൗണ്ടിലുണ്ടാവുക. ഈ ഒരു പോർഷൻ നമുക്കൊരു പ്ലാൻ പോട്ടാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തുളസിത്തറ കൊടുക്കുന്ന പോലെ കുറച്ചൊരു മോഡേൺ തുളസിത്തറ ആ ഒരു രീതിയിൽ നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു പ്ലാൻ പോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര സ്പേസ് നമുക്ക് വെറുതെ ഒരു വാക്കൻ്റ് ആയിട്ടൊരു ഫ്ലാറ്റ് സ്പേസ് ഉണ്ട്. ഇത് നിലത്തല്ല, ഇതിൻ്റെ അണ്ടർ ഭാഗം നിലത്ത് മുട്ടുന്നുണ്ടാവില്ല. ഇത് ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. അത് സ്ലാബ് തന്നെ അടിച്ച് നമ്മൾ അങ്ങനെ എടുത്ത് കൊണ്ടുവരുന്നതാണ് ഈ സ്റ്റെപ്പിൻ്റെ ഈ പോർഷൻ. പിന്നെ നമുക്ക് നേരെ അകത്തോട്ട് കയറുന്ന ഡോറ്, നമുക്ക് മെയിൻ ഡോർ ഇവിടെ വരും, തുറന്ന് അകത്തോട്ട് കയറുന്നു. അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 സൈഡിൽ ഞാൻ 90 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു വോൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഡോറും തുറന്ന് കഴിയുമ്പം അത് ഡോർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊവിഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ടോട്ടൽ നമുക്കൊരു എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ടണൽ കൈൻഡ് ഓഫ് ഒരു ഫീല് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം നമുക്കൊരു ലോട്ട് ഓഫ് സർപ്രൈസസ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ഭംഗി നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നാവും ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എലിവേഷനിലേക്ക് ഈ ഒരു സംഭവം ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഈ 2 വാൾസ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ ലിവിങ് റൂം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ലിവിങ് റൂമിൽ എൻ്റെ മനസ്സിൽ ഇതിൽ TV സ്പേസ് കൊടുക്കണ്ട എന്നുള്ളതാണ്. ഇത് സംസാരിക്കാൻ മാത്രമുള്ള ഏരിയ ആണ്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പോകുന്ന പോലെ നമുക്ക് നേരെ ഒരു സ്റ്റെപ്പ് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോരും. എന്നിട്ട് പിന്നെ നമുക്ക് എറൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ നമ്മുടെ സീറ്റിംഗ് ഏരിയകളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ C ഷേപ്പിൽ സീറ്റിംഗ് ഏരിയ എല്ലാം കൊടുത്ത് നടുക്കൊരു ടീപ്പോയൊക്കെ കൊടുത്ത് ഇതൊക്കെ വേണം നമുക്ക് പെർമനൻ്റ് തന്നെ ചെയ്യാം. ഈ സീറ്റിംഗ് ഏരിയ ഒക്കെ നമ്മൾ പെർമനൻ്റായി കൊടുക്കാൻ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നു. കാരണം ബാക്കി ഏരിയയിലൊക്കെ നമുക്ക് ചാരി ഇരിക്കാനുള്ള പ്രൊവിഷനൊക്കെ ഇവിടെ കിട്ടുമല്ലോ. അപ്പോൾ വേറെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എക്സ്പെൻസ് വളരെ കുറച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 60 സെൻറ്റിമീറ്ററിൻ്റെ നമുക്ക് എറൗണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് ഇരിക്കാനുള്ള ഏരിയ കൊടുക്കാം. ഇവിടെ നമുക്ക് ടീപ്പോയി എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ പാസേജാണിത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ആദ്യം എക്സ്റ്റീരിയറിൽ കൊടുത്തൊരു പാർട്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മീറ്റിങ്ങിന്. അപ്പോൾ ഇത് എറൗണ്ട് നമ്മൾ ജാലി ബ്രിക്സ് എല്ലാം കൊടുത്തുകൊണ്ട് ഇതിനുള്ളിൽ തന്നെ നമുക്കൊരു പൂജാ സ്പേസ് പോലെ, പൂജാ റൂം എന്ന് പോലെയാണ് സംഭവം ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തൊരു വാട്ടർ ബോഡിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് വലിപ്പം നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഈ വലിപ്പം മതിയെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം നമുക്ക്. പിന്നെ നമുക്ക് ഈ പാസേജ് ഇങ്ങനെ നേരെ പോയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിൽ ഇത് ഇത്രയും ഒരു നേരോ ഈ പോർഷൻ കാണുന്നത് ഒരു വാട്ടർ ബോഡിയാണ്. ഈ കാണുന്ന ഒരു വാട്ടർ ബോഡിയാണ്. ഇതിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും, വെറും വാട്ടർ ബോഡി മാത്രമല്ല, അതിൽ നമുക്ക് ചട്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡൈനിങ്ങിലേക്കുള്ള ലീവിങ്ങിനുള്ള സ്ക്രീനിങ് കൂടെ നമ്മൾ കൊടുക്കണം. കാരണം ഈ ഭിത്തി ഒരു അരഭിത്തിയാണ്.
ഈ കാണുന്ന ഭിത്തി നമുക്കൊരു പകുതി ഹൈറ്റേ ഉണ്ടാവുള്ളൂ. പകുതി ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ ലെവലിനേക്കാളും കുറച്ചുകൂടെ പൊന്തിയായിരിക്കും നിൽക്കുന്നുണ്ടാവുള്ളൂ. കാരണം ടോട്ടലി ആ ഒരു വോളിയം ഫീൽ ചെയ്യിപ്പിക്കാനും പിന്നെ കുറച്ചുകൂടെ ഒരു എയർ സർക്കുലേഷനും പാസേജ് എല്ലാം കൊടുത്ത് കുറച്ച് ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഒരു പകുതി ഭിത്തിയൊക്കെ നിർത്തിയേക്കുന്നത്. ഇതേ പാസേജിന് തന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് കിച്ചണിലേക്കുള്ള ആക്സസ്. നേരെ കിച്ചൺ, നേരെ വർക്ക് ഏരിയ, പുറത്തേക്കുള്ള വഴി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കിച്ചണിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സും വരുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നേരെ പോകുന്നു, പിന്നെ ലാൻഡിങ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ തന്നെ നമ്മൾ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനടുത്ത് തന്നെ നമ്മൾ കോമൺ ടോയ്ലറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം കോമൺ ടോയ്ലറ്റ് ഒരു മിനിമം സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വാഷ് ബേസിൻ നമുക്ക് ചെറിയൊരു വാഷ് ബേസിൻ നമ്മൾ കോമൺ ടോയ്ലറ്റിനകത്ത് കൊടുക്കാനുള്ള ഏരിയ നമുക്കുണ്ട്. ഇല്ല, ആക്ച്വലി ഒരു ക്ലോസറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ ഇവിടെ ഡൈനിങ്ങിൽ ഈ ലാൻഡിങ്ങിൻ്റെ അടിയിലൂടെ ആയിരിക്കും. ഈ ലാൻഡിങ് നമുക്ക് 7 ഫീറ്റ് ഹൈറ്റിലാണ് ഉണ്ടാവുക. യൂഷ്വലി നമ്മൾ ഡോർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിനടിയിലൂടെ പോയിട്ടാണ് നമ്മുടെ കോർട്ട്യാർഡ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇത്രയും പോർഷനാണ് കോർട്ട്യാർഡ്. അത്യാവശ്യം നമുക്ക് നല്ല വലിപ്പം നമ്മൾ കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 234, അതായത് ഏകദേശം 8 അടിയോളം നമുക്ക് വീതിയുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ളൊരു കോർട്ട്യാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമുക്കിത് മോൾ ഭാഗം ഓപ്പൺ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു പ്ലാൻ പോട്ടും നമ്മുടെ ഈ ഒരു പോണ്ടും അങ്ങനെ തന്നെയാണ്. ഇത് തന്നെ നമുക്ക് ഈ ഭാഗത്തോട് ചേർത്തുകൊണ്ട് ഒരു ഫൗണ്ടൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം നമ്മുടെ പോണ്ടായി, കോർട്ട്യാർഡായി. പിന്നെ നമുക്ക് നേരെ വരുന്നത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു കോമൺ പാസേജാണ്. ആ പാസേജിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തോട്ടാണ് ഓരോ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ഏരിയ നമുക്ക് ഒന്ന് ഷ്രിങ്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലൊരു ലിമിറ്റേഷൻ നമുക്കുണ്ട്. അത് നമുക്ക് അവിടെ ഏരിയ നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സെൻട്രൽ കൊടുത്താലും ഏത് ഭാഗത്ത് കൊടുത്താലും നമുക്ക് ഒരു കട്ടിലോ അല്ലെങ്കിൽ ഒരു മേശയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള, അതായത് ഒരു 4 to 5 ഫീറ്റ് മുതൽ എബോവ് ഉള്ള എന്ത് സാധനവും നമുക്ക് ഈ റൂമിനകത്തോട്ട് കയറ്റാൻ കഴിയില്ല. അതുപോലെ ടോട്ടലി ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ നമുക്ക് മൊത്തം മാറും. ഞാനത് പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ളതിൽ ഒന്നും ഒരു പ്ലസൻ്റ് ഉള്ള പോലെ എനിക്കത് തോന്നിയിട്ടില്ല. അപ്പം കൊടുക്കാന്നുള്ളൂ. പക്ഷേ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. എന്തായാലും ഫൗണ്ടേഷൻ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഏരിയ നമുക്ക് ആ സമയത്ത് നമുക്ക് നോക്കിയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്ന ഈ പോർഷനിൽ നമുക്ക് നേരെ കയറിയിട്ട് ഇവിടെ നമുക്കൊരു വാക്ക് ഇൻ വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഷെൽഫുകൾ, സ്ട്രെയിറ്റ് കാണുന്ന പോർഷനിൽ ഒരു മിറർ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 2 മീറ്റർ വീതിയും ഏകദേശം നമുക്ക് 10 അടി നീളമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാക്ക് ഇൻ വാർഡ്രോബാണ്. ഇവിടെ സ്ഥലം എടുക്കുമ്പോൾ ഇതിലും കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് റൂംസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലേക്ക് വരുമ്പം ഇതിലും കുറച്ച് എടുത്താൽ നമുക്ക് ഈ പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റാതാവും. അപ്പം അങ്ങനെ നമുക്ക് നല്ലൊരു വാക്ക് ഇൻ വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബെഡ്റൂമിൽ നമ്മൾക്ക് ഇവിടെ ഒരു 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ നമ്മളൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പുറത്തെ ബെഡ്റൂമിൽ അങ്ങനെ തന്നെയാണ്. വാക്ക് ഇൻ വാർഡ്രോബ് ഇല്ല, പക്ഷേ സെപ്പറേറ്റ് ഒരു എൻട്രൻസ് ടു ടോയ്ലറ്റ്, ഒരു ബേ വിൻഡോ, പിന്നെ ഒരു 3 ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ 2 ബെഡ്റൂമിലും ഹെഡ് റെസ്റ്റ് വരുന്നത് ഈ വോളിലേക്കായിരിക്കും. നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് വോളിലേക്കായിരിക്കും ഹെഡ് റെസ്റ്റ് വരിക. കാരണം നമുക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് അങ്ങനെയുണ്ടല്ലോ, നമുക്കൊന്ന് കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ ആണ് യൂഷ്വലി കൊടുക്കുക. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഇത് വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വോളിലൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. കബോർഡ് പ്ലസ് നമ്മൾ സ്റ്റഡി ടേബിൾ പോലെ ടേബിൾസൊക്കെ ഉള്ളത് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു കോർണറിലേക്ക് കൊടുക്കാം. ബെഡ് കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ബെഡ്റൂമിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ഒരു ടേബിളിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാവും. കാരണം കബോർഡ്, വാർഡ്രോബ്സ് കാര്യങ്ങളെല്ലാം ഇതിനുള്ളിലേക്ക് പോകുമല്ലോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് വീണ്ടും കയറുന്നു. സ്റ്റെപ്പ് കയറി മുകളിൽ ലാൻഡിങ് എത്തി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ മുകളിലൊരു
കോമൺ ഏരിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടുന്നുണ്ട്. അതായത് ഇങ്ങനെ നേരെ കയറുന്നു, ഒരു ലാൻഡിങ് കഴിഞ്ഞ് വീണ്ടും ലാൻഡിങ്. പിന്നെ ഇവിടെ നമുക്ക് മുകളിലേക്കുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഇവിടെ വരുന്നുണ്ട്. പതിനഞ്ച്, 16, 17, 18, 19, 20, 21. ഓക്കെ, ഇത്ര സ്റ്റെപ്പ് നമുക്ക് മുകളിലോട്ട് കയറാനുള്ളതും വരും. അപ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി ഇവിടെ നമുക്ക് ലിവിങ്ങിലേക്ക് കയറാം. ഒരു കാര്യം കൊടുക്കാൻ മറന്നുപോയത്, നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള ഡോർ കൊടുക്കാൻ വിട്ടുപോയി, സോറി. അത് കൊടുക്കട്ടെ. അപ്പം നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറുന്നു, ലാൻഡിങ്. അപ്പോൾ ഇതൊരു ബ്രിഡ്ജ് പോലെ ഉണ്ടാവും. നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് ഒരു ബാൽക്കണി പോലെ നമുക്ക് കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ഒരു അപ്പർ ലിവിങ് ആയി. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല ലെങ്ത്ത് എന്ന് വെച്ചാൽ നല്ല ലെങ്ത്ത് ഉണ്ട്. പിന്നെ ഒരു ലെങ്ത്ത് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബാക്കിൽ ബാത്റൂമൊക്കെ കൂട്ടിയെടുത്തപ്പോൾ ഇതിൽ ഏകദേശം 20 അടി നമുക്ക് ലെങ്ത്ത് ഉണ്ട്. അപ്പം ശരിക്കും നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു സജഷൻ, നമുക്ക് ഇത്ര ലെങ്ത്ത് ആവശ്യമില്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് നമുക്ക് പകുതിയാക്കി നിർത്തി നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പൈപ്പ് ബോക്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇപ്പോഴത്തെ പോർഷനിലേക്ക് നമുക്കൊരു ബാൽക്കണി പോലെ, നമുക്ക് ഒരു ഔട്ടർ ബാൽക്കണി പോലെ ഒരു ഏരിയയൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ വോൾ മാറ്റിയിട്ട് ഈ വോൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പുറത്തോട്ട്. പിന്നെ നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പ് കയറി വരുന്നത് നേരെ നമ്മുടെ ബെഡ്റൂമിലേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാസേജിന് ലെഫ്റ്റിലേക്ക് വന്നൊരു ബെഡ്റൂം, ആ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇവിടെ ഒരു ബാൽക്കണിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബേസിക്കലി ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഈ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഏകദേശം നമുക്കൊരു 2200 സ്ക്വയർ ഫീറ്റോളം നമുക്ക് വീട് ഏരിയ വരുന്നുണ്ട്. അത് നമ്മുടെ വിത്തൗട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പാഷ്യോ കോട്ടയാട് അടക്കം വരുമ്പം നമുക്ക് ഏകദേശം 2309 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഇപ്പോൾ നമുക്ക് മാക്സിമം കാര്യങ്ങളായി നമുക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റഡ് ഇതൊന്നും നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. എന്തെങ്കിലും അളവിലെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ, എന്തെങ്കിലും കിച്ചണിൻ്റെ ഒന്നും അളവ് മാറ്റിയിട്ടില്ല. നമുക്കെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു ഏരിയയിൽ ചേഞ്ച് വരാൻ കാര്യം വെച്ചാൽ നമുക്ക് വാക്കിൻ വാർഡ്രോബ്, വാക്കിൻ ക്ലോസറ്റ് കയറി, പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പോർഷൻ മാറി, പിന്നെ നമുക്ക് ടോട്ടൽ ഇത് കയറിയപ്പോൾ നമ്മുടെ ടോട്ടൽ അലൈൻമെൻറ്റ്സിൽ മാറ്റം വന്നതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഈ നമ്മുടെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പാഷ്യോ ഒക്കെ നമ്മൾ പുറത്തേക്ക് കുറച്ച് തള്ളേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഇതൊരു എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ വീടാണ്. ഇത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ ഇതിൻ്റെ എലിവേഷനിലേക്ക് ഞാൻ മൂവ് ചെയ്യാം. ഞാൻ എലിവേഷൻ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ബാക്കിലെ പോർഷൻ, നമുക്ക് ഓരോ പോർഷൻ മുതൽ ഇങ്ങനെ എലിവേഷൻ ഇങ്ങനെ വരച്ചെടുത്ത് ഇത് നമ്മുടെ ബാക്കിലത്തെ ആ ഒരു സ്ലോപ്പിംഗ് ആണ്. അപ്പം താഴെ മുതലേ ഇങ്ങനെ സ്ലോപ്പിംഗ് മുകളിലേക്ക് പോയി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് നമുക്ക് വരുന്നത്. ബാക്ക് സൈഡ് നമ്മുടെ ഈ ഒരു പോർഷൻ കാണുന്നത് നമ്മുടെ മുകളിലത്തെ ലീവിങ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എലിവേഷൻ്റെ ബാക്കി പോർഷനിലും കൂടെ വർക്ക്സും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം.
അപ്പം ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കോമൺ ഏരിയ ഒഴിച്ചിട്ട്. ഇത് കോമൺ ഏരിയ ആക്കാനാണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് അടുപ്പിച്ച് ചെയ്യുന്ന കാര്യമുള്ളൂ. എൻ്റെ സജഷൻ അതിപ്പോൾ നമ്മൾ ചെയ്യണ്ട. നമുക്ക് വർക്ക് തുടങ്ങിയിട്ട് ആ ഒരു ഏരിയയുടെ ഇത് നോക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെങ്തി ആയൊരു സാധനമൊക്കെ റൂമിനകത്തോട്ട് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കട്ടിലൊക്കെ പൊളിച്ച് പകുതിയാക്കി നടുവിൽ നിന്നൊക്കെ മുറിച്ച് അകത്തേക്ക് കയറ്റേണ്ടി വരും. കാരണം അത്ര ലെങ്ത് ഉള്ളതൊന്നും ഇതുകൂടെ കടത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം ഓക്കെ, ഇത്രേ ഉള്ളൂ ഡീറ്റെയിലിംഗ്. സോ താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.